വിനോദസഞ്ചാരത്തിനിടയിൽ മൂന്നാർ ടൗണും പരിസരവും വൃത്തിയാക്കുവാൻ സമയം കണ്ടെത്തി എറണാകുളം കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പോളികാബ് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയിലെ ജീവനക്കാർ. കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മടത്തുംപടിയുടെ നേതൃത്വത്തിലുള്ള 120 ജീവനക്കാരാണ് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ മൂന്നാർ ടൗണിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വിനോദസഞ്ചാരത്തിനിടയിൽ മൂന്നാർ ടൗണും പരിസരവും വൃത്തിയാക്കാൻ സമയം കണ്ടെത്തി വ്യത്യസ്തരായി തീർന്നിരിക്കുകയാണ് എറണാകുളം കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പോളികാബ് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയിലെ ജീവനക്കാർ. കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മടത്തുംപടിയുടെ നേതൃത്വത്തിലുള്ള 120 ജീവനക്കാരാണ് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ മൂന്നാർ ടൗണിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. 130ഓളം പോളികാബിയൻസ് ഇനി മൂന്നാർ ടൗണിൽ വന്നത് ഒരു ഉദ്ദേശം ഞങ്ങളുടെ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നുള്ളതാണ്. കാരണം ലോകത്തിലേക്ക് വെച്ചാൽ ഏറ്റവും മനോഹരത നമ്മുടെ ഒരു സിറ്റിയാണ്, ഒരു ടൗണാണ് മൂന്നാർ. വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ധാരാളം ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യുന്നതാണ്. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ഇൻ ദ വേൾഡാണ്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടൗൺ വഴിയല്ലാതെ പോകാൻ പറ്റില്ല. ചിനാക്കനാലേക്ക് ടൗണിലേക്ക് വന്നാൽ വളരെ മാലിന്യങ്ങളുടെ കൂമ്പാരം. മുതിരപ്പുഴയോരത്ത് ഉൾപ്പെടെ നടത്തിയ ശുചീകരണ പ്രവർത്തനത്തിലൂടെ 100 ചാക്കിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവർ ശേഖരിച്ചത്. ഇവ പഞ്ചായത്തിന് കൈമാറി. 120 അംഗ സംഘമാണ് മൂന്നാർ സന്ദർശനത്തിനെത്തിയത്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ഇവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തിയത്. എല്ലാ വർഷവും ജീവനക്കാരുമായി നടത്തുന്ന വിനോദസഞ്ചാരത്തിനിടയിൽ അതത് പ്രദേശത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പതിവാണെന്ന് കമ്പനി വൈസ് പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ വർഷം കുമരകത്താണ് ശുചീകരണം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.